റഡാറുകളെ വെട്ടിക്കാൻ പാകത്തിന് കൂടുതൽ ദീർഘദൂര മിസൈലുകൾ വിന്യസിപ്പിക്കാൻ US തീരുമാനിച്ചതായി റിപ്പോർട്ട്. ലോക്ഹിഡ് മാർട്ടിൽ നിർമ്മിക്കുന്ന ഈ മിസൈലുകളാകട്ടെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി തന്നെ US സൈന്യത്തിന്റെ ഭാഗമായ ഒന്നാണെന്ന് വ്യക്തമാകുന്നു. അതായത് $1.5 ദശലക്ഷം, ഏകദേശം 12.5 കോടിയോളം രൂപ ചിലവിട്ടുകൊണ്ടാണ് ഈ മിസൈൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. അതുപോലെ തന്നെ 500 നോട്ടിക്കൽ മൈലിലധികം, ഏകദേശം 930 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട് എന്നതാണ് പറയപ്പെടുന്നത്. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും ഒക്കെ തന്നെ പരിധിക്ക് പുറത്തു നിന്നുകൊണ്ട് തന്നെ കൃത്യമായി ലക്ഷ്യം കാണാൻ പൈലറ്റുമാരെ ഇത് സഹായിക്കുകയും ചെയ്യുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. 1000 പൗണ്ട് ഭാരമുള്ള അവിടെ കടുപ്പമേറിയ ലക്ഷ്യങ്ങളെ തുളച്ചു കയറാൻ ശേഷിയുള്ള വാർഹെഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. F-15E, F-16 തുടങ്ങിയ യുദ്ധവിമാനങ്ങളിലും B-1B, B-52H തുടങ്ങിയ ഭീമൻ ബോംബർ വിമാനങ്ങളിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. യുദ്ധം തുടങ്ങിയ ആദ്യ 4 ആഴ്ചകളിൽ തന്നെ US അത്തരത്തിൽ രീതിയിൽ 1000-ലധികം വരുന്ന JSSM മിസൈലുകൾ ഇറാനിൽ ഉപയോഗിച്ചതായി തന്നെയാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ നീക്കത്തിൽ പോലും 47 മിസൈലുകൾ കൂടി പ്രയോഗിച്ചതായും വ്യക്തമാവുന്നുണ്ട്. മാത്രമല്ല, ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾക്കായി തങ്ങളുടെ പക്കലുള്ള കൂടുതൽ ദീർഘദൂര മിസൈലുകൾ അത് വികസിപ്പിച്ചെടുക്കാനുള്ള തീരുമാനം ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഈ ഒരു മിസൈലിന് എന്ത് നാമമായിരിക്കും നൽകുക, അല്ലെങ്കിൽ എന്ത് പേരായിരിക്കും നൽകുക എന്നത് ഏറെ ചോദ്യചിഹ്നമായ ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ഇവർ നൽകിയിരിക്കുന്ന പേരാകട്ടെ AGM-158 എന്ന കോഡ് നാമത്തിലുള്ള ജോയിന്റ് എയർ ടു സർഫസ് സ്റ്റാർഫോർഡ് മിസൈലുകളാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ US ഇറാനെതിരെ ഉപയോഗിക്കാൻ ഒരുങ്ങുന്നതും ഈ ഒരു മിസൈൽ തന്നെയാണ്. US ആയുധ കമ്പനിയായ ലോക്ഹിഡ് മാർട്ടിൽ നിർമ്മിക്കുന്ന ഈ മിസൈലുകൾ ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്ക് പുറത്തുനിന്ന് അത് തൊടുക്കാൻ സാധിക്കുന്നവയാണ്. അത്യാധുനിക ഇൻഫ്രാറെഡ് സ്പീക്കർ, അതുപോലെ ആന്റി ജാം GPS സംവിധാനം എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി തന്നെ തകർക്കുന്നതിനും ഈ മിസൈലിന്റെ പ്രത്യേകത എടുത്തു പറയേണ്ടതാണ്. ശത്രുവിന്റെ റഡാറുകളെ വെട്ടിച്ച് നീങ്ങാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ പൈലറ്റുമാരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ അതീവ സുരക്ഷിതമുള്ള സ്ഥാനത്തേക്ക് ആ ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇത് പ്രാപ്തമാണ്. കൂടുതൽ മിസൈലുകൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ലോക്ഹിഡ് മാർട്ടിൽ ഇവയുടെ ഉൽപാദനം അവിടെ ത്വരിതപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.